ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മളൊരു കഥയായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഏതൊക്കെ പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു നോർത്ത് പറഞ്ഞേ? ഏതൊക്കെയാണ്? നമ്മൾ ഫസ്റ്റ് എടുത്ത പാഠം ഏതായിരുന്നു? എൻ്റെ ഭാഷ അല്ലേ. അടുത്ത പാഠം ഏതായിരുന്നു? ഒരു പക്ഷിക്കഥയാണ് അല്ലേ, ഒരു പുന്നാര പക്ഷിക്കഥ. പിന്നെയോ അണിഞ്ഞൊരുങ്ങല്, വടക്കൻ പാട്ടിന്റെ മനോഹാരിത മുഴുവൻ ഉള്ള അണിഞ്ഞൊരുങ്ങൽ. ഉണ്ണിയാർച്ച കൂത്ത് കാണാൻ പോകുമ്പോൾ അണിഞ്ഞൊരുങ്ങുന്ന ഒരു കവിതയായിരുന്നു, വളരെ മനോഹരമായൊരു കവിതയായിരുന്നു അത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ ചിലന്തി. ആദ്യത്തെ ചിലന്തി എന്ന് പറയുന്ന ഒരു ഗദ്യഭാഗമാണ്, ഒരു പാഠമാണ്. ചിലന്തിനെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇല്ലേ? ഞങ്ങളെ വീട്ടിലൊക്കെ എട്ടുകാലി എന്ന് പറയാറില്ലേ? എട്ടുകാലി കൂട് കൂട്ടുന്നത് കണ്ടിട്ടില്ലേ? എട്ടുകാലിയുടെ വല അതിന് ഭയങ്കര ഭംഗിയാണ് അല്ലെ. നല്ല ഒരേ ആകൃതിയിൽ ഒരേ വലിപ്പത്തിലാണ് എട്ടുകാലി വല കെട്ടുന്നത്. ആദ്യത്തെ ചിലന്തിയുടെ കഥ എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ പുരാണ കൃതികൾ ഏതാ? ഭാരതീയ പുരാണ കൃതികൾ ഏതൊക്കെയാണ്? രാമായണവും മഹാഭാരതവും. അതേപോലെ തന്നെ ഗ്രീക്ക് പുരാണങ്ങളുമുണ്ട്. നമ്മുടെ ഭാരതീയ പുരാണങ്ങൾക്കൊപ്പം തന്നെ ഗ്രീക്കിലും പുരാണങ്ങളുണ്ട്. ഗ്രീക്കിലെ പുരാണങ്ങൾ ഏതൊക്കെയാണ്? ഇലിയഡ്, ഒഡീസി. ഹോമർ എഴുതിയ ഇലിയഡ്, ഒഡീസി എന്ന് പറയുന്ന പുരാണത്തിൽ ഭാരതീയ പുരാണങ്ങളെ പോലെ തന്നെ ദേവീദേവന്മാരെയും അതിലെ പ്രകീർത്തിക്കുന്നുണ്ട്. നമ്മുടെ രാമായണത്തിലെ ദേവീദേവന്മാർ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ശ്രീരാമനെ പറയുന്നുണ്ട്, സീതാദേവിയെ പറയുന്നുണ്ട് ഇല്ലേ? കുറേ ദേവന്മാരെയും ദേവിമാരെയും പറയുന്നുണ്ട്. ഇപ്പം ദേവിമാർക്കും ദേവന്മാർക്കും ഒരു പ്രത്യേകതയുണ്ട്. അവർ മനുഷ്യന്മാരെ പരീക്ഷിക്കും. അതിൽ സംതൃപ്തരാകുമ്പോൾ അവർക്ക് വരം കൊടുക്കും. അവരെ പരീക്ഷിക്കുന്ന നേരത്ത് അവർക്ക്, അതായത് മനുഷ്യന്മാർക്ക് അഹങ്കാരം കൂടുതൽ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവരെ ശപിക്കുന്നു. ഇത് ഭാരതീയ പുരാണങ്ങളിൽ ഉള്ളതുപോലെ തന്നെ ഗ്രീക്ക് പുരാണങ്ങളിലും അങ്ങനെ തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ അരാഗിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന അഹങ്കാരത്തിന്റെ ഫലമാണ് ഈ പാഠഭാഗത്ത് സൂചിപ്പിക്കുന്നത്. പതിനി ദേവി ഇവളെ ശപിക്കുന്ന ഒരു കഥയാണ് നമ്മൾ പറഞ്ഞു. വളരെ മനോഹരമായൊരു കഥയാണ്. ഇതിലെ ചിലന്തിയുടെ അടിയിൽ കാണുന്ന വെള്ള കളറിൽ കാണില്ല, നമ്മൾ പറയില്ലേ ചിലന്തിയുടെ മുട്ടകളാണെന്ന്, ഒരു വെള്ള നൂല് പോലെ, വെള്ള ഒരു പഞ്ഞിക്കെട്ട് പോലെ ഒരു വെളുത്ത കളറിലെ ചിലന്തികളുടെ അടിയിൽ ശ്രദ്ധിച്ചാൽ കാണാം ഒരു വെളുത്തൊരു സാധനം അവരുടെ അടിയിലുണ്ടായിരിക്കും. അത് ഒരു പഞ്ഞി നൂൽക്കെട്ടുമായി ചിലന്തി നടക്കുകയാണ് എന്നാണ് ഗ്രീക്ക് പുരാണത്തിൽ പറയുന്നത്. അതിന്റെ കഥ എന്താണെന്നാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പറഞ്ഞു വരുന്നത്. പരാഗിനി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് അഹങ്കാരത്തിന് കിട്ടിയ ഫലമാണ് ഈ കഥയിലുടനീളം കവി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കും. എന്താണ് കഥ നമുക്ക് നോക്കണ്ടേ? പാഠം 4, ആദ്യത്തെ ചിലന്തി. ചിലന്തി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, എട്ടുകാലിയെ പറയുന്ന മറ്റൊരു വാക്കാണ് ചിലന്തി. ശരീരത്തിനടിയിൽ കുഞ്ഞു പഞ്ഞിപ്പൊതിയുമായി നടക്കുന്ന ചിലന്തികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവയെക്കുറിച്ച് ഗ്രീക്ക് പുരാണത്തിൽ ഒരു കഥയുണ്ട്. അപ്പം ശരീരത്തിനടിയിൽ, അതായത് ഞാൻ പറഞ്ഞു എട്ടുകാലിയെ നോക്കുമ്പോൾ ഇനി ശ്രദ്ധിക്കണം, അവരുടെ എട്ടുകാലിയുടെ അടിയിൽ വെള്ള നിറത്തിലുള്ള ഒരു പഞ്ഞി പോലൊരു സാധനം കാണാം. ആ പഞ്ഞി പോലൊരു സാധനം കൊണ്ടു നടക്കുന്നതിനെ പറ്റി ഗ്രീക്കിൽ ഒരു പുരാണ കഥയുണ്ട്. ആ പുരാണ കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. തയ്യൽ ജോലിയിൽ ആരെയും വിസ്മയിപ്പിക്കുവാൻ കഴിവുള്ള ഒരു പെൺകുട്ടി പണ്ട് ഗ്രീസിലുണ്ടായിരുന്നു. തയ്യൽ ജോലി എന്ന് പറഞ്ഞാൽ ഡ്രസ്സുകളൊക്കെ തയ്ക്കുന്നത്. ആ ജോലിയിൽ ആരെയും വിസ്മയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിശയിപ്പിക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടി പണ്ട് ഗ്രീസിലുണ്ടായിരുന്നു. അരാഗിനി എന്നായിരുന്നു അവളുടെ പേര്. അവളുടെ പേരെന്താണ്? അരാഗിനി. നമ്മൾ ഈ കഥയിൽ ഉടനീളം പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ പേരാണ് അരാഗിനി, മറക്കരുത്. നിങ്ങളുടെ പേരെന്താണ്? അരാഗിനി. അവൾ ഏത് ജോലിയിലാണ് മറ്റുള്ളവരെ വിസ്മയിപ്പിച്ചിരുന്നത്? ഏതിലാ? തയ്യൽ ജോലിയിൽ. നിമിഷങ്ങൾ കൊണ്ട് അവൾ തുണികളിൽ തയ്ച്ചെടുക്കുന്ന ചിത്രങ്ങൾ കാണാൻ ദൂരെ നിന്നുപോലും ആളുകൾ വന്നിരുന്നു. അപ്പം നിമിഷങ്ങൾക്കുള്ളിൽ ആ ഡ്രസ്സുകളിൽ മനോഹരമായ ചിത്രങ്ങൾ അവൾ നെയ്തിരുന്നു. ആ നെയ്യുന്ന ഈ ഡ്രസ്സുകൾ കാണാൻ വേണ്ടിയിട്ട് പല രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ വന്നിരുന്നു. അത്രയും മനോഹരമായിട്ട് ചിത്രങ്ങൾ തുണിയിൽ നെയ്യാൻ അവൾക്ക് കഴിഞ്ഞിരുന്നു. അവളുടെ പേരെന്താണെന്ന് പറഞ്ഞേ? അരാഗിനി. നാളുകൾ കഴിഞ്ഞപ്പോൾ അവളിൽ അഹങ്കാരം അങ്കുരിച്ചു തുടങ്ങി. അങ്കുരിക്കുക എന്ന് പറഞ്ഞാൽ മുളയ്ക്കുക എന്നാണ്. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എല്ലാവരും തന്നെ ആകർഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തൻ്റെ കഴിവുകളെ പറയാൻ വേണ്ടിയിട്ട്, അതിൽ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നുണ്ടല്ലോ, ഞാൻ ഇത്രയും വലിയ ആളാണല്ലോ എന്നൊക്കെയുള്ള അഹങ്കാരം ആരുടെ ഉള്ളിൽ വന്നു? അരാഗിനിയുടെ ഉള്ളിൽ വന്നു.
അവളെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നവർക്ക് സമ്മാനം കൊടുക്കും. എന്തു ഭംഗിയാണല്ലേ, എങ്ങനെ ഒരാൾക്കും കഴിയില്ല, ലോകത്തിൽ ആർക്കും കഴിയില്ല, ഇത്രയും നല്ല നിങ്ങളെ എവിടെയും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആ രാജ്ഞിയെ പുകഴ്ത്തി പറയുന്നവർക്ക് സമ്മാനം കൊടുക്കും. അല്ലാത്തവരെ സമീപത്തു നിന്നും ഓടിച്ചു കളയും. അത്ര ഭംഗിയൊന്നുമില്ല കേട്ടോ കാണാൻ. ഞാൻ ഇന്നാൾ കണ്ടതിലും ഭംഗിയുള്ളതൊക്കെ വരച്ചിരുന്നല്ലോ, കണ്ടിരുന്നല്ലോ. അത്രയ്ക്കൊന്നും ഇല്ല കേട്ടാ. അങ്ങനെ താഴ്ത്തി പറയുന്നവരെ ആർക്കും ഇഷ്ടമല്ല, അരാഗിനിക്ക് ഇഷ്ടമല്ല. അരാഗിനി പുകഴ്ത്തി പറയുന്നവര് മാത്രമേ ആർക്കും ഇഷ്ടമുള്ളൂ, അരാഗിനിക്ക്. അതിന് നമ്മൾ എന്താ പറയാ, അഹങ്കാരം. ഒരിക്കൽ ഒരു പാവം പെൺകുട്ടി അവളോട് പറഞ്ഞു, എത്ര മനോഹരമായ തയ്യൽ, അദിനീദേവിയിൽ നിന്നായിരിക്കും നിങ്ങൾ ഈ വിദ്യ പഠിച്ചത് അല്ലേ? ഒരു പാവം പെൺകുട്ടി അവളോട് ചോദിക്കുകയാണ്, എത്ര മനോഹരമായ തയ്യൽ, അദിനീദേവിയിൽ നിന്നായിരിക്കും നിങ്ങൾ ഈ വിദ്യ പഠിച്ചത് അല്ലേ? അപ്പൊ ആ പെൺകുട്ടി എന്താ ചോദിച്ചത് അരാഗിനിയോട്? എത്ര മനോഹരമായി നിങ്ങൾ തയ്ച്ചിട്ടുണ്ട്, ഇത്ര മനോഹരമായി തയ്ക്കാൻ അതായത് ഗ്രീക്ക് പുരാണത്തിലെ ഒരു ദേവിയാണ് അദിനീദേവി. അദിനീദേവി ഭയങ്കര മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കും, തുണികളിൽ നെയ്യും. അങ്ങനെ മനോഹരമായ ചിത്രം വരയ്ക്കാൻ കഴിവുള്ള അദിനീദേവിയിൽ നിന്നായിരിക്കും നിങ്ങൾ ഈ വിദ്യ പഠിച്ചത് അല്ലേ എന്ന് ചോദിച്ചത് ആരായിരുന്നു? ഒരു പാവം പെൺകുട്ടി. അരാഗിനി രോഷാകുലയായി ഗർജിച്ചു. ഗർജിക്കുക എന്ന് പറഞ്ഞാൽ ദേഷ്യത്തിൽ ഇങ്ങനെ ഉറക്കെ പറയുക. ഗർജിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മൃഗങ്ങൾക്ക് ഗർജിക്കുന്ന പറയും. ഇവിടെ അത്രയും രോഷാകുലമായിട്ട് ഗർജിച്ചു, ദേഷ്യത്തോടു കൂടി പറഞ്ഞു, അദിനീദേവി വേണമെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് പഠിക്കട്ടെ. എന്താണ് ഗർജിച്ചത്? അദിനീദേവി വേണമെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് പഠിക്കട്ടെ. ഈ ഗർജനം ദേവിയുടെ ചെവിയിലും മലച്ചു. ഇതാരു കേട്ടു? ദേവിയും ഈ ശബ്ദം അല്ലെങ്കിൽ ഇവൾ പറയുന്ന വാക്കുകൾ കേട്ടു. ഒരു പടുകിഴവിയുടെ വേഷത്തിൽ ദേവി അവളുടെ സമീപത്തെത്തി. അവൾ സമീപം എന്ന് പറഞ്ഞാൽ അടുത്തെത്തി. അപ്പൊ ദേവി വേഷം മാറിയിട്ട് ഒരു പടുകിഴവി, ഒരു വയസ്സായ ഒരു വൃദ്ധയായ സ്ത്രീയുടെ രൂപത്തിൽ ആരുടെ അടുത്ത് വന്നു? അരാഗിനിയുടെ അടുത്ത് വന്നു. കുറെ നേരം മറ്റുള്ളവർ പ്രശംസിക്കുന്നത് നോക്കി നിന്നു. പിന്നീട് പറഞ്ഞു. ഇപ്പോൾ പാഠഭാഗം, ഇപ്പോൾ ഇവളെ പറ്റിയിട്ട് പല ആൾക്കാർ, കുറേ രാജ്യത്ത് നിന്ന് വന്ന ആൾക്കാർ ഇവളുടെ ചിത്രകലയെ പറ്റി പ്രശംസിച്ചു പറയുന്നുണ്ട്. അതെല്ലാം കേട്ട് പടുകിഴവി അവിടെ ഇരുന്നു. എന്തൊക്കെയാണ് ഇവിടുത്തെ സംസാരങ്ങൾ, ആൾക്കാരെ എങ്ങനെയാണ് ഇവളെ പുകഴ്ത്തുന്നത്, ഇവളുടെ സ്വഭാവം എങ്ങനെയാണ് എന്ന് നേരിൽ വന്ന് കണ്ട് ദേവി അവിടെ വന്നിരിക്കുകയാണ്. ആരുടെ രൂപത്തിലാണ് വന്നിരിക്കുന്നത്? ഒരു കിഴവിയുടെ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പാഠഭാഗം എല്ലാവരും നല്ലപോലെ വായിക്കണം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് മാമിന് മനസ്സിലായി. നല്ലപോലെ വായിക്കണം. വളരെ ലളിതമായ വാക്കുകളാണ്. എല്ലാവരും ഒരു 5 പ്രാവശ്യമെങ്കിലും പാഠം വായിക്കണം, നോട്ട്സ് എഴുതിയിരിക്കണം, ടെസ്റ്റ് പേപ്പർ എഴുതണം. ഇനി ബാക്കി ഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.